ഗൈസ്, ഈ കഴുകിയെടുക്കുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ പിടിച്ച സൈസ് ഉള്ള ഒരു ചെമ്പല്ലിയെ കട്ട് ചെയ്തപ്പോ അതിൽ നിന്നും കിട്ടിയ നെയ്യാണ് ഈ ഐറ്റം കേട്ടോ. ഈ കിട്ടിയ നെയ്യെ മുൻനിർത്തി നമ്മൾ ഇന്നൊരു അടിപൊളി കറി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ചെമ്പല്ലിയെ വെച്ചുള്ള നല്ല ഒന്നാം തരം പുളിമുളകും കറിയാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെയാണ് ഇതിനു വേണ്ടി നിരത്തി വെച്ചിരിക്കുന്ന കൂട്ടുകൾ. ഇതിലെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അടിച്ച് പിരുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള അടുത്ത ഊഴം എണ്ണയിൽ കടുക് പൊട്ടിച്ചെടുത്ത ശേഷം അതിൽ ഉലുവയും പച്ചമുളകും കൂടി ചേർക്കലാണ്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്താൽ ഇതിനെ നല്ല രീതിക്ക് ഇളക്കിയെടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇതിലേക്ക് വരാൻ പോകുന്നത്. ചെമ്പല്ലിയുടെ നെയ്യ് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ വരവിന് മുന്നേ നമ്മുടെ പൊടി ഐറ്റം ചട്ടിയിലേക്ക് ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നെയ്യ് കഷ്ണം കഷ്ണങ്ങളായി ചേർക്കുവാണ് കേട്ടോ. ഇടുന്ന നെയ്യ് ചട്ടിയിലേക്ക് വീഴുമ്പോൾ അത് അരപ്പിന്റെ കൂടെ നല്ല മണത്തിൽ ഉരുകി ഇറങ്ങുന്നതായി കാണാൻ കഴിയും. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ നാടൻ പുളി പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ചേർക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല രീതിക്ക് ഒരു കലക്ക് കലക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടപ്പടച്ച് അരപ്പ് തിളയ്ക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അരപ്പ് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, പടപടയെന്ന് മീനിന്റെ കഷ്ണങ്ങൾ വാരി അരപ്പിലേക്ക് ഇടാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കഷ്ണങ്ങൾ പറക്കി ഇടുമ്പോൾ അരപ്പ് കണ്ണി തറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ് അടപ്പടച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഒരു അടിപൊളി മണം വന്ന് മണ്ടക്കടിച്ച് കയറിയിരിക്കും. നല്ല ഒന്നാം തരം ഒരു ചെമ്പല്ലി പുളിമുളകും കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇതിന്റെ കൂടെ കോമ്പിനേഷനായി ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് എക്കാലത്തെയും ഹീറോ ആയ കപ്പ തന്നെയാണ് കേട്ടോ. ലേശം കപ്പ എടുത്ത് ചാറിൽ മുക്കി അതിൽ ഒരു മീനിന്റെ കഷ്ണം കൂടി വെച്ച് നേരെ എടുത്ത് വായിൽ വെച്ചാൽ സ്വർഗം നാവിന്റെ തുമ്പത്താണെന്ന് വരെ തോന്നിപ്പോകും. നമ്മൾ ചേർത്ത നെയ്യുടെ രുചി കൂടി കൂടുന്നുണ്ടാവാം, കറി വേറെ ലെവലായിട്ടുണ്ട്. എന്തായാലും ചെമ്പല്ലി കിട്ടിയാൽ ഒട്ടും മടിക്കാതെ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരിക്കണം കേട്ടോ.